ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെ ഞാനിലേക്ക് സ്വാഗതം. ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ലോക്ക്ഡ് ആൻഡ് ലോഡഡ് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ നിലവൊക്കെ എന്മേൽ എന്നാടി ഓപ്പൺ തന്നിട്ടുള്ള ധനുഷ് ഡയറക്ടറിംഗ് മൂന്നാമത്തെ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ണിമോന്തൻ്റെ അടുത്ത റിലീസിന് താൻ പടമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ ഗെയിമിലാണ് നായിക എത്തുന്നത്. ഈ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും പടം നാളെ റിലീസ് ആവുന്നത്. ഇതിൻ്റെ റൺ ടൈമായി പറഞ്ഞു നിൽക്കുന്നത് 2 മണിക്കൂറും 17 മിനിറ്റാണ്. പിന്നെ ഓഫീസർ എന്ന് പറഞ്ഞ അവിടെ റിലീസിന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ റൺ ടൈമായി പറഞ്ഞിട്ട് 2 മണിക്കൂറും 18 മിനിറ്റാണ്. എന്തായാലും ഇതിൻ്റെ കേരള തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ കാണിക്കുന്നുണ്ട്. പിന്നെ ആരെ അഭിനയിക്കുന്ന മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ദിബു നീനാൻ തോമസ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ ശബ്ദം എന്ന് പറഞ്ഞ 9 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി 8 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്നാലും അതിന്റെ ട്രെയിലർ വന്നിരുന്നു. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ നല്ല പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദാവീദ് എന്ന് പറഞ്ഞാൽ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 9.12 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായി വന്നിട്ടുള്ളതാണ്. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞാൽ മാർച്ച് 7 റിലീസ് ആകുമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ റോബർ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ശിവാർത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് പരശക്തി എന്ന് പറഞ്ഞ അവിടത്തിന്റെ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടി ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജഗ്ദീപ് ധൻഖാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രാജ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്. മാർച്ച് 7 പടം റിലീസ് ആവുക. പിന്നെ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോബന്റെ പടം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് റിലീസായ പടം. അവിടുത്തെ നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത് ഷാഹി കബീർ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത പടം വരാൻ പോവാണ്. എന്നുവെച്ചാൽ ഡയറക്ഷനും കഥ എഴുതുന്ന ആൾ തന്നെയാണ്. ആ പടത്തിൽ അഭിനയിക്കുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാത്യു എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ സിനിമാസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ആയിട്ടാണ് അവാർഡ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. പിന്നെ വണങ്ങാന്ന് പറഞ്ഞ പടം ടെൻകോട്ടയിലൂടെ ഫെബ്രുവരി 21 എന്ന് വെച്ചാൽ നാളെ റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അത് ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാം മെയിൻ കഥാപാത്രം എഴുതുന്ന പടം. അവിടത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഇപ്പോൾ ഡിസ്നി പ്ലസിൽ സ്ട്രീമിംഗ് ആയിട്ടുണ്ട് എല്ലാ എപ്പിസോഡും. പിന്നെ മേരെ ഹസ്ബൻഡ് കി ബീവി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റഫർ നോളന്റെ അടുത്ത പടത്തിന്റെ പേര് ദ ഒഡീസി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ വരാൻ പോകുന്ന പടങ്ങളിൽ ഒന്നാണ് ദ പ്രൈഡ് ഓഫ് ഭാരത് ഛത്രപതി ശിവാജി മഹാരാജ് പറഞ്ഞിട്ടുള്ള പടം. സന്ദീപ് സിംഗ് എടുക്കുന്ന പടമാണ്. ഈ പടം 2027 ജനുവരി 21 റിലീസ് ആകാനുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ സൂരജ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 28 പടത്തിന്റെ സീസൺ 2 പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ രാമു രാഘവം എന്ന് പറഞ്ഞ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും പടം നാളെ റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ നാഗാചൈതന്യ സായി പല്ലവി മെയിൻ കഥാപാത്രങ്ങളായി എത്തിയിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു, തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ചന്തു മൊണ്ടറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരു ഹൈ ബഡ്ജറ്റ് ഫിലിമിൽ സൂര്യനെ നായകനാക്കിയിട്ട് പടം എടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ മിസ്റ്ററി രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, എന്താണെന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ ഡിജോ ജോസ് ആൻ്റണി ടോവിനോ തോമസ് വെച്ചിട്ട് കുറച്ച് മുന്നേ എന്നുവെച്ചാൽ അത്യാവശ്യം മുന്നേ അനൗൺസ് ചെയ്തൊരു പടമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പടം. അപ്പോൾ ആ പടത്തിന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ടോവിനോ തോമസും വന്നിരുന്നു പൂജയിലൊക്കെ. എന്തായാലും ഇവരുടെ ടീമായിട്ടുള്ള ഫോട്ടോസും അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. പിന്നെ എൽ ടി എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലത്തെ സച്ചിൻ കാദേക്കറിൻ്റെ പേര് PK രാംദാസ് എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാരക്ടർ നമ്പർ 16 ആയിട്ടാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ 15ാമത്തെ ക്യാരക്ടറായിട്ട് ഫാസിലിൻ്റെ പേര് നെടുമ്പള്ളി അച്ഛൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 14ാമത്തെ ക്യാരക്ടറായിട്ട് ഇക്കത് ഖാൻ ഹെഗ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് സുഭദ്ര ബെൻ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്തുടരൻ എന്ന് പറഞ്ഞ അടുത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ചില അതിൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞായിരുന്നു. കൺമണി പൂവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ MG ശ്രീകുമാറാണ് പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിറിക്കൽ വീഡിയോ നാളെയാണ് പുറത്തിറങ്ങുന്നത് 7 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദൃശ്യം 3 കൺഫേം ആയി എന്നുള്ള ഞാൻ കുറേ മുന്നേ പറഞ്ഞു. ഇപ്പോൾ മോഹൻലാൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ് എന്നുള്ള രീതിയിൽ. ദൃശ്യം 3 കൺഫേം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർ 3 ആൾക്കാർ കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ രീതിയിലാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ സ്ക്രീൻ എടുക്കാം. അപ്പോൾ ദൃശ്യം 3 ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും, എന്നുവെച്ചാൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട്. പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത പടം എടുക്കാൻ പോകുന്നത് അനൂപ് മേനോനാണുള്ള ആളെ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനൂപ് മേനോനായിട്ട് വന്നിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിൻ്റെ കഥ എഴുതിയിട്ടുള്ള ഡയറക്ഷൻ ചെയ്യുന്ന ആൾ തന്നെയാണ്, അനൂപ് മേനോൻ തന്നെയാണ്. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടം വിക്കി കൗശൽ അഭിനയിച്ച പടമാണ്. പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 5 ദിവസം കൊണ്ട് 154.50 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോൾ 6 ദിവസം കൊണ്ട് 203.68 കോടി നേടി എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. എന്തായാലും 200 കോടിയൊക്കെ ആവണ്ടായിരിക്കും. 6 ദിവസം കൊണ്ട് 200 കോടി ആയി എന്നൊക്കെ തോന്നുന്നില്ല. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടീസർ ഈ ഫെബ്രുവരി 24 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കൺഫേം ചെയ്തിട്ടൊന്നുമില്ല, വരും തന്നെ പ്രതീക്ഷിക്കാം. ഞാനിവിടെ വരാൻ പോണ പടമാണ് മെയ് 1 2025. പിന്നെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കിച്ച സുദീപിൻ്റെ പടം OTT റിലീസ് ആയിരുന്നു. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി അത്യാവശ്യം വർക്കായി. എനിക്ക് 10ൽ ഇപ്പോൾ എത്ര കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിംഗ് ഒരു 8 കൊടുക്കാൻ തോന്നുന്നുണ്ട്. 7 ആക്കാന്നുള്ള രീതിയിലും തോന്നുന്നുണ്ട്. പക്ഷേ 8 എന്നുള്ളത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ZEE5 എന്തായാലും ഇത് ലഭ്യമായിട്ടുള്ളത്. 72 മണിക്കൂർ കൊണ്ട് 100 മില്യൺ മിനിറ്റ് സ്ട്രീമിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ പടത്തിൻ്റെ. പിന്നെ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെക്കൻഡ് ടീസറോ അല്ലെങ്കിൽ ട്രെയിലറോ അത് ഈ ഫെബ്രുവരി 27 വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പുതിയ സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം സിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത്. പിന്നെ NTRനെ വെച്ചിട്ട് പ്രശാന്ത് നീൽ നടക്കും. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ്.
പ്രശാന്തിയിൽ ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ്. എന്തായാലും പടം മുന്നേ അനൗൺസ് ചെയ്ത പോലെ ജനുവരി 9 തന്നെ റിലീസാവുമെന്ന് പ്രതീക്ഷിക്കാൻ 2026. എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ NTR ഉണ്ടാവില്ല എന്നുള്ള കേൾക്കുന്നുണ്ട്. സെക്കൻഡ് ഷെഡ്യൂളിൽ എന്ന് വെച്ചാൽ മാർച്ചിലായിട്ട് തുടങ്ങുന്ന സെക്കൻഡ് ഷെഡ്യൂളിലായിരിക്കും NTR ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിൽ ടോവിനോ തോമസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള അറിയില്ല. പിന്നെ അത് കൂടാതെ മലയാളത്തിൽ നിന്ന് ബിജു മേനോനും ഈ പടത്തിൽ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഗംഭീരമാവും. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസായി പറഞ്ഞ് കേൾക്കുന്നത് ഓഗസ്റ്റ് 14 ലാസ്റ്റ് കേട്ടായിരുന്നു. അങ്ങനെയാണ് മെയ് 1 കേട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഓഗസ്റ്റ് 14 എന്നുള്ളതാണ് കേട്ടിരുന്നത്. അത് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ആ സമയത്തിൽക്കോ, അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റിൽക്കോ, അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റിൽക്കോ, അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റിൽക്കോ അങ്ങനെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ വാർ 2 എന്ന് പറഞ്ഞ പടം ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ 14 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. 14 കേൾക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂലി എന്തായാലും ആ സമയത്ത് റിലീസ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ലോകേഷ് കനകരാജ് തുടങ്ങിയ പരിപാടിയാണ് LCU എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കം അറിയിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ടായിരുന്നു, ചാപ്റ്റർ 0 എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. അത് എന്ന് റിലീസ് ചെയ്യുമെന്നുള്ള ചോദിക്കേണ്ട കുറേ ആൾക്കാർ. എന്തായാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ലോകേഷ് കനകരാജിൻ്റെ ബർത്ത്ഡേക്കായിരിക്കും ഈ ഷോർട്ട് ഫിലിം ഇറക്കി വിടുക എന്നുള്ളതാണ്. ലോകേഷ് കനകരാജിൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 14 എന്തായാലും വന്ന് വരുന്നുള്ള തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും മിക്കവാറും അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ മഡോന അശ്വിൻ എന്ന് വെച്ചാൽ മാവീരൻ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആള് ധനുഷിനെ വെച്ചിട്ടൊരു പടം എടുക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. അതിൻ്റെ കഥ എഴുതുന്നത് ലോകേഷ് കനകരാജ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ LCUയിൽ വിടുന്ന ഒരു പടമായിരിക്കും അതെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇപ്പോൾ ബെൻസ് എന്ന് പറഞ്ഞ പടം LCUയിൽ വിടണമെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അത് വേറെ ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്, ഭാഗ്യരാജ് കണ്ണെന്ന് പറഞ്ഞിട്ടുള്ള ആള്. അതേപോലെ ഇതും ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും ഗംഭീരമായി വരട്ടെ. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ 50 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അവർ തന്നെ പുറത്തിട്ടുള്ളതാണ്. എന്തായാലും പ്രൊമോഷൻസ് നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റിലീസ് ഡേറ്റിലും വ്യത്യാസം വരില്ല എന്നുള്ളതിനെ തോന്നുന്നത്. എന്തായാലും ഒരു കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.